നമ്മളിപ്പോൾ സ്മോൾ റിഗിൻ്റെ സ്റ്റോളിലാണുള്ളത്. ചേട്ടാ പേരെന്താണ്? പ്രമോദ്. അപ്പോൾ ചേട്ടാ നമ്മൾ സിനിമാറ്റോഗ്രാഫേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്, അത് ആ ആക്സസറീസ് ഏതൊക്കെയാണ്? അതിൻ്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് മാറ്റ് ബോക്സ്. അതായത് നമ്മുടെ ലെൻസിലേക്ക് കടന്നു വരുന്ന അനാവശ്യ വെളിച്ചങ്ങളും അതായത് ലൈറ്റുകൾ ഷേപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മാറ്റ് ബോക്സ്. ഇതൊക്കെ വരുമ്പോൾ ഫോളോ ഫോക്കസ്, നമുക്ക് ഫോക്കസ് പുള്ളി ചെയ്യാനും ഫോക്കസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് കേജുകളാണ്. അതായത് ഈ നോർമൽ ക്യാമറകൾ, നമ്മുടെ സിനിമ ക്യാമറകളല്ലാത്ത ക്യാമറകൾ പോലും സിനിമയിലേക്ക്, അതായത് റോഡുകളും ഇതുപോലുള്ള മാറ്റ് ബോക്സുകളും ഇങ്ങനെയുള്ള ആക്സസറികളൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സാധാ ക്യാമറ, അതായത് നമ്മുടെ നോർമൽ ക്യാമറകൾക്ക് ഇങ്ങനെയുള്ള ത്രെഡുകളോ ഇങ്ങനെയുള്ള ലോക്കുകളോ സിസ്റ്റമോ ഒന്നും ഉണ്ടാകത്തില്ല. സിനിമ ക്യാമറകൾക്ക് ഓൾറെഡി ഉണ്ടാവും. അതിപ്പോൾ അങ്ങനെ അതിലേക്ക് സിനിമ ക്യാമറയുടെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗേജുകൾ ആദ്യം നമ്മൾ മൗണ്ട് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് വെച്ചേക്കുന്ന ആക്സസറി ഇതുപോലെ ഷോൾഡർ പാഡാണ്. കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ 3 ഐറ്റങ്ങളാണ്. ഒന്ന് ഷോൾഡർ പാഡ്, നമ്മൾ ഷോൾഡറിലേക്ക് വെക്കാനുള്ള ഫോളോ ഫോക്കസ്, പിന്നെ വരുന്ന മാറ്റ് ബോക്സിൽ ലൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ വരുന്നത് കേജ്, പിന്നെ വരുന്ന ആക്സസറികളാണ്. നമുക്ക് ഇതിനകത്ത് മോണിറ്റർ മൗണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ് ഇതുപോലെ ആർട്ടിക്കുലേറ്റിംഗ് ആം അല്ലെങ്കിൽ മാജിക് ആം. ഓക്കെ. പിന്നെ വരുന്നത് നമുക്ക് ഇതിനകത്തേക്ക് HDMI കേബിളുകൾ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കേബിളുകൾ ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ അതെ ഈജക്റ്റ് ചെയ്യാൻ നേരത്തൊക്കെ ചിലപ്പോൾ എഡ്ജൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഔട്ട്പുട്ടിനകത്ത് ഓരോ പ്രശ്നങ്ങൾ വരും. അതിന് വേണ്ടിയിട്ട് ഒരു ലോക്കാണ് ഇത് വരുന്നത്. പിന്നെ വരുന്നത് ഹാൻഡിലുകൾ, നമുക്ക് സൈഡിൽ മൗണ്ട് ചെയ്യാനായിട്ടും അല്ലാതെ ബ്രീഫ് ബാക്ക് സൈഡിൽ മൗണ്ട് ചെയ്യാനായിട്ടും ജസ്റ്റ് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡറിന് വെക്കാൻ നേരത്ത് നമുക്ക് വേറെ മറ്റ് ആക്സസറികളൊക്കെ കണക്ട് ചെയ്യാം. ഫോക്കസ് ഇവിടെ മൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോൾഡറിൽ വെച്ച്. പിന്നെ വരുന്നത് കേജുകളാണ് വരുന്നത്. കേജുകൾ എല്ലാ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്യാമറകളും, സോണി, കാനോൺ, നിപ്പോൺ, പാനസോണിക് എല്ലാ ക്യാമറകൾക്കും ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് കേജുകളാണ് വരുന്നത്. എല്ലാത്തിനും ഇൻഡിവിജ്വൽ ആയിരിക്കും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതും ഒരു മോഡലിന് തന്നെ 2-3 ടൈപ്പുകൾ. അതെ, ഇപ്പോൾ തന്നെ നമ്മുടെ തന്നെ ഇത് വരുന്നത് കാസ്റ്റ് ആണ്. ഇത് വരുന്നത് അലൂമിനിയം ടൈപ്പ്. അതെ. അപ്പോൾ പൊതുവെ ഇത് ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിന് വെയിറ്റ് കുറവായി, ഇതിന് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. എന്നാലും 2 മോഡൽസ് ആണ് കൂടുതൽ എനിക്കറിയില്ല അതിനെ കുറിച്ച്. ഓക്കെ. പിന്നെ വരുന്നത് നമുക്ക് വി മൗണ്ട് ബാറ്ററി അഡാപ്റ്ററുകൾ വരുന്നുണ്ട്. ടോപ്പ് ഹാൻഡിൽ ക്യാമറയുടെ മുകളിൽ ഹാൻഡ് ചെയ്യാനായിട്ട് കയ്യിൽ വെച്ചത് ഇതുപോലെ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ക്യാമറ ഗിംബലിൽ വെക്കുമ്പോഴോ ട്രൈപോഡിൽ വെക്കുമ്പോഴോ നമുക്ക് ക്യാമറ ഊരാതെ തന്നെ, അതായത് വെർട്ടിക്കലായിട്ട് വെക്കാൻ മൗണ്ടാണ് ഇത്, വെർട്ടിക്കൽ. പിന്നെ വരുന്നത് നമ്മുടെ സാധാ ഒരു ക്യാമറയ്ക്ക് ഒരു അരമണിക്കൂറും മണിക്കൂറായിരിക്കും അതിൻ്റെ ഒരു റെക്കോർഡിംഗ് ടൈം വരുന്നത്. ഒരു ബാറ്ററിയുടെ ഇത് വരുന്നത്. അപ്പോൾ എക്സ്ട്രാ വി മൗണ്ട് ബാറ്ററികൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പ്ലേറ്റാണ് ഇത് നമുക്ക് ഇതിനകത്ത് അതെ. ഇത്രയും പ്രോഡക്റ്റുകളാണ് വരുന്നത്. ഓക്കെ. താങ്ക് യു ചേട്ടാ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഇത്രയും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തതിന്. അപ്പോൾ താങ്ക് യു.